ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എവിടെയാണ് എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാഹ്, എനക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ അടുത്ത് കമൻറ്റിലും അറിയിച്ചിരുന്നു, പിന്നെ എൻ്റെ അടുത്ത് കണ്ട സമയത്തും പറഞ്ഞിരുന്നു നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി ഇട്, ഇങ്ങനെ നിൻ്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്, കേട്ടപ്പോൾ സന്തോഷം കേട്ടോ. പക്ഷെ ഇല്ലാത്തവർക്ക് വലിയൊരു കാര്യമൊന്നുമല്ലായിരിക്കും, പക്ഷെ എനിക്കതൊരു കാര്യം തന്നെയാണ്. നമ്മളൊരു സംഭവം തുടങ്ങിയിട്ട് അത് ഇങ്ങൊരാൾ കണ്ട് നമ്മൾ അതുപോലെ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കുന്നുണ്ട്, അത് നല്ലതാണെന്നല്ല പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെ അല്ലേ. അങ്ങനെ ഞാൻ സാമ്പാറിൻ്റെതായ എൻ്റെ അടുത്തുണ്ടായ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് മുറിക്കണ വീഡിയോയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ലെങ്ത് ആയിപ്പോലോ. പിന്നെ സാമ്പാറിൽ മെയിൻ വേണ്ട സാധനം എന്താണെന്ന് അറിയോ? ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുക്കരുത്, മുറിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്. ഇത്ര പോന്ന് ചെറിയൊരു ഇഞ്ചി കഷ്ണം അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിക്ക് വേണ്ടത് തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, എല്ലാ സാധനങ്ങളും മുറിച്ചിട്ട് 2 തക്കാളി ഇട്ടിട്ടോ. അത് 2 തക്കാളി നിങ്ങളെ പുളിക്കനുസരിച്ചിട്ട്. അങ്ങനെ ഞാൻ മുളകും പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി. മുളകും പൊടി ഇതെന്താ പറയുക, ഒപ്പാസൻ്റെ ഇടണേ. ലാസ്റ്റ് ഞങ്ങൾക്കൊരു പണി ഇതിൽ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്താക്കിയത്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പം ഇതിന് ആവശ്യത്തിനില്ല തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് എത്രയാണോ സാമ്പാറിന് വേണ്ട ഫുൾ ഇട്ട് കൊടുക്കണം. മുളകും പൊടിയും മല്ലിപ്പൊടി സാമ്പാറിന് മസ്റ്റാട്ടാ, നിർബന്ധമായിട്ടും മല്ലിപ്പൊടി സാമ്പാറിന് ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യണം. അതാണ് ഈ കല്യാണപ്പെരയിലൊക്കെ സാമ്പാർ ഒരു നല്ലൊരു പിന്നെ ബ്രൗൺ കളറും, അതാണ് ആ ഒരു ടേസ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ പരിപ്പ് നല്ല വേവണം, വെന്തുടയണം. പരിപ്പ് നല്ല കുത്തി ഉടക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു മൊയ്പ്പും കോപ്പൊക്കെ കിട്ടുക. അങ്ങനെ സാമ്പാർ ഫസ്റ്റ് പരിപ്പ് വേവിച്ചെല്ലാം വെച്ചിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ പച്ചക്കറി ഇട്ട് കൊടുക്കുന്നത്. ആ വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായി പോയതാ തോന്നുന്നുണ്ട്. അങ്ങനെ പച്ചക്കറി ഇട്ടിട്ട് ഒരു വിസിലേ ആകാൻ പാടില്ല. പച്ചക്കറി നല്ല വേകരുത്. പരിപ്പും തക്കാളി, ഉള്ളിയും, ആ മല്ലിച്ചപ്പും, ഇഞ്ചിൻ്റെ കഷ്ണം അതെല്ലാം നല്ല വെന്തുടയണം കേട്ടോ. അതിന് ഇഞ്ചിൻ്റെ കുത്തലില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിൻ്റെ കഷ്ണം അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കടുക്, നമ്മൾ സാമ്പാറിന് പൊട്ടിക്കുന്ന സമയത്ത് ചെറിയ ജീരകം, ഉലുവ, കടുക്, വെളുത്തുള്ളി, പിന്നെ ചുവന്നമുളക്, കരിവേപ്പില. എന്നിട്ട് ഇതെല്ലാം പൊട്ടിയതിന് ശേഷം ഈ എണ്ണയിലേക്ക് സാമ്പാർ പൊടി, മുളകും പൊടി, പിന്നെ മല്ലിപ്പൊടി, ഈ സാധനമായിട്ട് നല്ല ഇങ്ങനെ നല്ല കളറ് മാറോളം ഇളക്കുമ്പോഴാണ് സാമ്പാറിൻ്റെ കളറ് മാറുക കേട്ടോ. അപ്പോഴാണ് സാമ്പാർ ആ ഒരു കളറ് ഒരു കറുത്ത കളറ് വരുമല്ലോ, അപ്പോഴാണ് കേട്ടോ. സാമ്പാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മതി, ഒരു പറ ചോറ് തിന്നാൻ പറഞ്ഞാൽ ഇത് മതി കേട്ടോ. ചോറ് കഴിക്കാൻ ഏത് പച്ചക്കറി കൂട്ടാത്ത മക്കളും കൂട്ടിപ്പോവും. എൻ്റെ ഇവിടെ സത്യം പറഞ്ഞാൽ ഇത് വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിനി, ഇത് സിധു കണ്ടപാട് എന്താ പറയുക എന്നോട് പറഞ്ഞത്, ഇനി ഒരാഴ്ചക്ക് ഇവിടെ കറി ചോദിക്കണ്ടെന്നാണ് പറഞ്ഞത്. സംഭവം നോക്കുമ്പോൾ നല്ല കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് കേട്ടോ. അടിപൊളിയാണ്. എങ്ങനെയാണ് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കലെന്ന് നിങ്ങൾക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.